നമസ്കാരം. ഡിനോ ഡെന്നിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ഗൗതം വാസുദേവ് മേനോൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി തിയേറ്റർ റിലീസായെത്തിയ ബസൂക്ക. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. കേരളത്തിൽ കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിൻ്റെ കഥ വികസിക്കുന്നത്. ഗുണ്ടകൾ, ക്രൈംസ് ഒക്കെ ആയി പോകുന്ന കൊച്ചിയെ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മാറ്റിയെടുക്കുന്ന ACP ബെഞ്ചമിൻ ജോഷുവ, അദ്ദേഹത്തിൻ്റെ ടീം. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ചില മോഷണങ്ങൾ അദ്ദേഹത്തിനും പോലീസിനും ആകെ തലവേദന സമ്മാനിക്കുന്നത്. ഇതിൻ്റെ അന്വേഷണവും കാര്യങ്ങളുമൊക്കെ ആയാണ് ബസൂക്കയുടെ കഥ വികസിക്കുന്നതും. ഒരു ഗെയിം ത്രില്ലർ എന്ന നിലയിലാണ് ചിത്രത്തെ ട്രീറ്റ് ചെയ്തിരിക്കുന്നതും. മോഷണം അത് കണ്ടുപിടിക്കാനുള്ള പോലീസിൻ്റെ ശ്രമങ്ങൾ എന്നതൊക്കെ മുന്നേയും പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ എത്തുമ്പോൾ ഗെയിം എന്നൊരു ഫാക്ടർ കൂടെ പ്രാധാന്യത്തോടെ വരുന്നു. അതുതന്നെയാണ് അതിൻ്റെ ഒരു പുതുമ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഗെയിം എടുത്തു കഴിഞ്ഞാൽ അതിൽ റൂൾസ് ഉണ്ടാവും, ആവേശത്തോടെ കളിച്ച് മുന്നേറുക, അത്രത്തോളം ശ്രദ്ധ വേണമെന്നതൊക്കെ. ഒരു വശത്ത് അങ്ങനെ ഒരു പരിപാടി കൂടെ സെറ്റ് ചെയ്താണ് ചിത്രത്തിൻ്റെ കഥ പോകുന്നത്. അങ്ങനെ ഒരു ആംഗിൾ കൂടെ വരുന്നു എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പരിപാടി തന്നെയാണ്. അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അതായത് ഇതിലെ സംഭവങ്ങൾ എത്രത്തോളം ആകാംക്ഷ നിറയ്ക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പലയിടത്തും ഒരു ഫ്ലാറ്റ് പരിപാടിയായി പോയി. ഒരു ഘട്ടത്തിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടി സിനിമയിൽ സംഭവിക്കുന്നുണ്ട് എന്നതിൽ നോക്കുമ്പോൾ ഓവറോൾ ചിത്രം നിരാശപ്പെടുത്തുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ബാംഗ്ലൂരിലേക്കുള്ള ഒരു ബസ് യാത്രയിലാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നത്. തുടക്കത്തിൽ ആ കഥാപാത്രത്തിൻ്റെ ഐഡന്റിറ്റി എന്നത് ഒരു മിസ്റ്ററി ആയി തന്നെയാണ് കൊണ്ടുപോകുന്നതും. ആ ഘട്ടത്തിലൊക്കെ മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈൽ ഫാക്ടറിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പലപ്പോഴും ഫാൻ സർവീസ് എന്ന രീതിയിൽ തന്നെ പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ്. സർപ്രൈസിംഗ് ആയി മമ്മൂട്ടിയുടെ ചില പരിപാടികൾ പിന്നീടുണ്ട്. അത് നന്നായി തന്നെ വർക്കായി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയെ പെർഫോമൻസ് കൊണ്ട് മമ്മൂട്ടി ലിഫ്റ്റ് ചെയ്തെടുക്കുന്നത് കിടിലൻ പരിപാടി തന്നെയായിരുന്നു. ബസൂക്ക കണ്ടു കഴിയുമ്പോഴും മനസ്സിൽ അവശേഷിക്കുന്നതിൽ പ്രധാന കാര്യവും ഇതുതന്നെയാണ്. ഗൗതം വാസുദേവ് മേനോനാണ് പോലീസ് ഓഫീസറായ ബെഞ്ചമിൻ ജോഷുവ എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. യൂഷ്വൽ സ്റ്റൈൽ. സ്ക്രീൻ സ്പേസ് കൂടുതലും വരുന്നതും ഈ ഗൗതം വാസുദേവൻ്റെ കഥാപാത്രത്തിന് തന്നെയാണ്. അന്വേഷണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. നോർമൽ പരിപാടികൾ, അതിനപ്പുറത്തേക്കൊന്നും ഫീൽ ചെയ്തില്ല. ഹക്കീം ഷായാണ് മറ്റൊരു പ്രധാന വേഷത്തിൽ. പ്രകടനത്തിൻ്റെ വലിയ സാധ്യതകളൊന്നും സിനിമയിലില്ലായിരുന്നു. മമ്മൂട്ടിയുമായുള്ള ഒരു കോംബോ രസകരമായിരുന്നു സംഭാഷണങ്ങളൊക്കെ വരുമ്പോൾ. ഷൈൻ ടോം ചാക്കോ, VK പ്രകാശ്, സിദ്ധാർത്ഥ് ഭരതൻ, ദിവ്യ പിള്ള, ബിനു പപ്പു തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ മറ്റ് ചെറിയ വേഷങ്ങൾ എത്തിയിട്ടുള്ളത്. ആർക്കും അങ്ങനെ കാര്യമായി ചെയ്യാനുള്ളതായിട്ട് തോന്നിയതുമില്ല. ടെക്നിക്കലി നോക്കിയാൽ പശ്ചാത്തല സംഗീതം രസമായിരുന്നു. പലയിടത്തും ആ ഒരു മൂഡ് സെറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട്. സയ്യിദ് അബ്ബാസ് ആണ് ചിത്രത്തിൻ്റെ സംഗീതം കൈകാര്യം ചെയ്തത്. നിമിഷവിയുടെ ഛായാഗ്രഹണത്തിൽ ഈ സ്റ്റൈൽ ഫാക്ടറാണ് കൂടുതലായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ മിക്കതും രസമുള്ള പരിപാടികൾ കൂടെയായിരുന്നു. നിഷാദ് യൂസഫ്, പ്രവീൺ പ്രഭാകർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. നമുക്കറിയാം നിഷാദ് യൂസഫ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള കാര്യം. സിനിമയുടെ പേസ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിൽ നിഷാദ് യൂസഫ് ഗംഭീരമായി ചെയ്ത വർക്കുകളൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഈ സിനിമയിൽ ഒരു പേസിംഗ് കൃത്യമായി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് മൊത്തത്തിൽ എനിക്ക് തോന്നിയത്. കളർ ഗ്രേഡിംഗ് കൊള്ളാമായിരുന്നു. മോഷണം നടത്തുന്ന ഒരു ടീം, അവരെ പിടിക്കാനിറങ്ങിയ പോലീസ് സംഘം ക്ലൂ ഒക്കെ കൊടുക്കുന്നു, അത് ബ്രേക്ക് ചെയ്യുന്നു, ഗെയിമിംഗ് പരിപാടികൾ വരുന്നു. അപ്പോഴും ഈ അന്വേഷണം എന്നത് ആകാംക്ഷ കൊണ്ടുവരുന്ന ലെവലിലേക്ക് ഉയരുന്നില്ല. ബെഞ്ചമിൻ ഇടയ്ക്ക് എന്തോ കിട്ടിയതുപോലെ കമോൺ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നു, അവിടെ നിന്ന് പോകുന്നു. ആ കമോൺ വിളിയിലെ എനർജി തിരക്കഥയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ട്വിസ്റ്റുകൾ നോക്കിയാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സംഗതികൾ എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഫ്ലാറ്റായി പോകുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങുകയാണ്. ഈ ട്രോഫി മോഷണം പരിപാടിയുടെ ഒരു വിഷ്വൽ കാണുന്നുണ്ട്, നമ്മളും കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചങ്ങായി എടുത്തുകൊണ്ട് പോകുന്നതും കാണാം. അവിടെ പോസ് ചെയ്ത് ഇതാണ് നമ്മൾ പറഞ്ഞ മോഷ്ടാവ് എന്ന രീതിയിൽ പറഞ്ഞ് ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്ന അവസ്ഥയാണ്. ഇതുപോലെ പല സീനുകളുമുണ്ട്. ഒരു അപകടം നടന്നു കഴിഞ്ഞ് ആ വാഹനത്തിൽ രണ്ട് വ്യത്യസ്ത വാഹനത്തിൽ കൊണ്ടുപോകുന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ പിറകിൽ വേറെ എന്തോ വലുതുണ്ടാവുന്നൊക്കെ. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളും സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കോമഡിക്കായി ചില സംഗതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലത് ചെറിയ ചിരിയൊക്കെ സമ്മാനിച്ചിരുന്നു. മേക്കിങ്ങിൽ കുറച്ച് സീക്വൻസുകൾ നന്നായി എടുത്തിട്ടുണ്ട് ഡിനോ ഡെന്നിസ്. ഗരുഡൻ പരിപാടികൾ, ബ്രിഡ്ജിലെ പരിപാടികളൊക്കെ എൻഗേജിംഗ് ആയി തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ത്രിൽ ജനറേറ്റ് ചെയ്യാൻ കാര്യമായി സാധിക്കുന്നില്ല എന്നാണ് ബസൂക്ക നേരിടുന്ന പ്രധാന പ്രശ്നം. എന്ന് വെച്ച് ബോറടിപ്പിച്ചു എന്നല്ല പറഞ്ഞത്. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ചില സംഗതികളെ ഗെയിം എന്ന കാര്യം കൂടെ ചേർത്ത് വെച്ച് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഫ്ലാറ്റായി പോകുന്ന ഇടത്തു നിന്നും മമ്മൂട്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു കിടിലൻ പരിപാടിയുമായിരുന്നു. അപ്പോഴും ആ ഒരു കാര്യം കൊണ്ട് ബസൂക്ക എന്ന സിനിമയെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിരാശപ്പെടുത്തുന്നില്ല. ഒരു ആവറേജ് ലെവലിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ഇതാണ് എനിക്ക് ബസൂക്ക എന്ന സിനിമയെക്കുറിച്ച് തോന്നിയ കാര്യങ്ങൾ. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.